വലിയ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രചരണ വാഹനങ്ങൾ ഇപ്പോൾ കൊല്ലം ചിന്നക്കടയിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ ഡിവിഷനുകളിൽ പ്രചരണം നടത്തിയ ശേഷം ആണ് ഇത്തരത്തിൽ കൊല്ലം നഗരത്തിലേക്ക് എത്തുക. അത് ഇത്തവണയും ആവർത്തിക്കുകയാണ്. എല്ലാ ഡിവിഷനിലും അവർ പ്രചരണം നടത്തി സ്വന്തം ഡിവിഷനിൽ അവർ വോട്ടർമാരെ കണ്ട ശേഷം മാത്രമാണ് ഈ പ്രചരണം ചിന്നക്കടയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. താമരക്കുളം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. കൊച്ചുകുട്ടികളടക്കം ഈ സ്ഥാനാർത്ഥിക്കൊപ്പം ഇവിടേക്ക് വരുന്നു. ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന ഡിവിഷനിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളുള്ളത്. മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ആ ദൃശ്യങ്ങളുള്ളത്. ഇനി മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വിവിധ ഡിവിഷനുകളിൽ നിന്നും ഈ നഗരത്തിലേക്ക് എത്തും. ഇനി ഏതാണ്ട് അരമണിക്കൂർ കൂടി കഴിയുന്നതോടുകൂടി തന്നെ ഈ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തും. എന്തായാലും സ്ഥാനാർത്ഥികൾ കൂട്ടമായി ഇപ്പോൾ നഗരത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ മറുവശത്തു കൂടി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാതി, കൊല്ലത്തെ കാഴ്ച, ആഘോഷ കാഴ്ച, കൊട്ടിക്കലാശം കൊട്ടിക്കയറുകയാണ് അവിടെയൊക്കെ എന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളാണ് ഇപ്പോൾ അവിടെയാണ് ഈ ഒരു കൊട്ടിക്കലാശം നടക്കുന്നത്. പല തരത്തിലുള്ള വാദ്യമേളങ്ങളുടെയൊക്കെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കൊട്ടിക്കലാശം നടക്കുന്നത്. എത്രമാത്രം വ്യത്യസ്തമാക്കാം എന്നുള്ളതാണ് ഓരോരോ മുന്നണികളും വിചാരിക്കുന്നത് ഈ ഒരു കൊട്ടിക്കലാശത്തിൽ. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പലതരം ഐറ്റംസും ഈ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് അവർ എത്തിക്കുന്നു എന്നുള്ളതാണ്. വിവിധ തരത്തിലുള്ള കലാരൂപങ്ങളടക്കമുള്ള കാഴ്ചകൾ നമുക്ക് കാണുവാനായി സാധിക്കും. ഈ മറ്റ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയൊക്കെ അപേക്ഷിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമാകുന്നത് ഓരോരോ ആളുകൾക്കും നേരിട്ട് പരിചയമുള്ള ആളുകൾ തന്നെയാകും പലപ്പോഴും സ്ഥാനാർത്ഥികളായൊക്കെ വരിക. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ആവേശവും വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. തലസ്ഥാനത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജിലേക്ക് നമുക്ക് പോകാം എന്നുള്ളതാണ്. അർജുൻ, അവിടെ നമ്മൾ നേരത്തെ തന്നെ ആദ്യം മുതലേ കാണുന്നതാണ്, വലിയ തരത്തിലുള്ള ആവേശമാണ് ഓരോരോ ആളുകൾക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്, അരമണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ അവിടെ എത്രമാത്രം വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഈ ഒരു കൊട്ടിക്കലാശത്തിൽ കാണാൻ സാധിക്കുന്നത്? സ്വാതി, നമ്മൾ പേരൂർക്കട ജംഗ്ഷനിലാണ് ഉള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനോടകം തന്നെ പരസ്യപ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലെ ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മൂന്ന് മുന്നണികളും ഇതിനോടകം തന്നെ ഇവിടെ എത്തി. അവരുടെ പ്രവർത്തകരും വലിയ ആവേശത്തോടു കൂടി അവസാന പ്രചരണത്തെ അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങളെ ആവേശഭരിതമാക്കുകയാണ്. BJP സ്ഥാനാർത്ഥികളാണ് കൂടുതലുള്ളത്. അവർ ഒരു ക്രെയിനിൽ മുകളിൽ കയറിക്കൊണ്ട് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. താഴെ LDF പ്രവർത്തകരും UDF പ്രവർത്തകരുമൊക്കെ ബാൻഡ് സെറ്റും ചെണ്ടമേളവും ഉൾപ്പെടെയുള്ള പരിപാടികളുമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ ആവേശഭരിതമാക്കുന്നത്. അല്പ സമയത്തിനകം തന്നെ കൊട്ടിക്കലാശം കഴിയും. പരസ്യപ്രചരണം അവസാനിക്കും. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. അതിനു മുൻപ് തന്നെ ഈ ഇതുവരെ ഉണ്ടായിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ എല്ലാ ആവേശവും അല്ലെങ്കിൽ അതിന്റെ എല്ലാ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ ആണ് ഇത്തവണ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പരിധിക്കകത്ത് പേരൂർക്കടയിൽ ഈ കൊട്ടിക്കലാശം അരങ്ങേറുന്നതെന്ന് പറയേണ്ടി വരും. പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ പോരാട്ടമാണ് തിരുവനന്തപുരം. മൂന്ന് കൂട്ടരും ഭരണം പ്രതീക്ഷിക്കുന്ന ഇടമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ അതിന്റെ ആവേശമൊക്കെ പ്രവർത്തകരിൽ കാണാം. എങ്ങനെയും ഇത്തവണ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഓരോ പാർട്ടി പ്രവർത്തകന്റെയും ലക്ഷ്യം. അതിന്റെ ആവേശമാണ് എല്ലാവരുടെയും മുഖത്തും അവരുടെ ആവേശത്തിലുമൊക്കെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. BJPയുടെ ഒരു ക്രെയിൻ ഉണ്ട്. അതിനകത്ത് BJP സ്ഥാനാർത്ഥികൾ കയറി നിന്ന് അഭിവാദ്യം ചെയ്യുന്നു. ലോറിയിലും ജീപ്പിലുമായിട്ടാണ് LDFന്റെയും UDFന്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ ഇവിടെ ഉള്ളത്. എന്ന് മാത്രമല്ല, സാധാരണ ഈ പേരൂർക്കട ജംഗ്ഷനിലുണ്ടാകുന്ന കൊട്ടിക്കലാശം എന്ന് പറയുന്നത് ഈ നഗരം മുഴുവൻ പ്രവർത്തകരാൽ നിറയുന്നതാണ്. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. അതിനപ്പുറത്തേക്ക് ഈ പോരാട്ടത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥികളിൽ ഏറെയും പേര് ഇപ്പോഴും അവരവരുടെ വാർഡുകളിൽ വോട്ടർമാരെ അവസാന വട്ടം കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ഇവിടെ കുറച്ച് സ്ഥാനാർത്ഥികളെ മാത്രമേ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയൂ. കുറച്ച് പ്രവർത്തകരും, അതായത് ഈ ജംഗ്ഷനോട് ചേർന്ന് പ്രവർത്തകരുടെ ആവേശവും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവരുടെ വാർഡുകളിലാണ്. അവരുടെ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് ഇപ്പോഴും പ്രവർത്തകരുള്ളത്. അതേസമയത്ത് ബാക്കി വാർഡിലെയും തൊട്ടടുത്ത വാർഡിലെയും ഒക്കെ
സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമാണ് ഇപ്പോഴും ഇവിടെ ആവേശം തീർക്കുന്നത്. ഒരു മാസം നീണ്ടുനിന്ന പ്രചരണ പ്രവർത്തനങ്ങളായിരുന്നു, കഠിനാധ്വാനമായിരുന്നു. അതിൻ്റെ എല്ലാം അവസാനം പരസ്യപ്രചാരണം അവസാനിക്കാൻ പോകുമ്പോൾ അതൊരു ഉത്സവമാക്കി മാറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ആവേശമെന്ന് പറയേണ്ടി വരും. ഇത് ഇവിടെ സ്ഥിരമുണ്ടാകുന്ന കാഴ്ചയാണ്. എല്ലാ വട്ടവും ഇതേപോലെയുള്ള ആവേശം തിരുവനന്തപുരത്തുണ്ട്. അതേ രീതിയിൽ തന്നെ ഇത്തവണയും തിരുവനന്തപുരത്ത് ആവേശം നിലനിൽക്കുകയാണെന്ന് പറയാം. തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരത്തെ ആവേശമാണ്. അവിടെ ഇപ്പോൾ എല്ലാ മുന്നണികളിലെ ആളുകളും ഇപ്പോൾ പേരൂർക്കട അടക്കമുള്ള പ്രദേശത്ത് എത്തിയാണ് അവരുടെ ആ ഒരു ശക്തി പ്രകടനം കാണിക്കുന്നത്. വാദ്യമേളങ്ങളുടെയൊക്കെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഈ ഒരു കലാശക്കൊട്ട് അവിടെ അരങ്ങേറുന്നത് എന്നുള്ളതാണ്. യുവാക്കളടക്കമുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗം ആകുന്നു. ചെറിയ കുട്ടികളടക്കം ഇതിൻ്റെ പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കലാശക്കൊട്ടിലേക്ക് എത്തുന്നു. കലാശക്കൊട്ടിൻ്റെ ആവേശ കാഴ്ച അതുതന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട കൊട്ടിക്കലാശത്തിൻ്റെ ആവേശത്തിലാണ് മുന്നണികൾ എല്ലാവരും. നാടും നഗരവും ഇളക്കിമറിച്ച് കൊട്ടിക്കലാശം പുരോഗമിക്കുകയാണ്.